ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഇന്നും ഒരു അടിപൊളി സ്നാക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴൊക്കെ 4 മണിക്കൊക്കെ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി സ്നാക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനാണെങ്കിൽ അടിപൊളി സൂപ്പർ സാധനമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ളൊരു മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പേസ്റ്റിൻ്റെ ഒരു സ്മെല്ലെല്ലാം മാറി വന്ന് കളറിലൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 3 ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഉള്ളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പൊടികളുടെ സ്മെല്ല് മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മസാലയിലേക്ക് 4 മുട്ട വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് മുട്ട കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇത് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മൾ മസാല റെഡി ആയിട്ടുണ്ടാവും. അടുത്തതായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടി, 1 ടീസ്പൂൺ അരിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പും 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്ത മിക്സിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുട്ടേൻ്റെ മസാല വന്നിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. ഇനി ബാക്കി വെച്ചത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ പോള ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ 1 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമ്മൾ പോള റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, സൂപ്പറായിട്ടുള്ള സംഭവമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പിന്നെ കാണാം. താങ്ക് യു.